പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടിത്തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യും. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 40 വർഷം ഞാൻ അർപ്പിച്ച കൃപാന്റെ യുഗതിയാൽ കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിന്റെ മാധ്യസ്ഥ ഇന്ന് അങ്ങയുടെ മക്കളെ പ്രാർത്ഥന കൂടുന്ന എല്ലാ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ, മനസ്സ് വേദനിക്കുന്ന എല്ലാ വിഷയങ്ങളും, അവരുടെ മനസ്സ് വേദനിപ്പിക്കുന്ന എല്ലാ വ്യക്തികളും ഇപ്പോഴും ഈശോയുടെ നാമം നിർവീര്യമാകട്ടെ. കർത്താവെ, മനസ്സ് വിഷമിപ്പിക്കുന്ന സാഹചര്യങ്ങൾ, ചെയ്തെടുക്കേണ്ട ഉത്തരവാദിത്തങ്ങൾ, മറ്റുള്ളവർ നമ്മളെ പഴി പറയാൻ സാധ്യതയുള്ള എല്ലാ വിഷയത്തിൻ്റെ മേലും കർത്താവിൻ്റെ കരുണ ചൊരിയുകയും നിങ്ങളെ കർത്താവ് ഇന്ന് നിലനിർത്തി തരികയും ചെയ്യട്ടെ. നിങ്ങൾ പോകുന്ന വഴികൾ, കണ്ടുമുട്ടുന്ന വ്യക്തികൾ, ചെയ്യുന്ന കാര്യങ്ങൾ, യാത്ര ചെയ്യുന്ന വാഹനങ്ങൾ, ഒപ്പിടുന്ന പേപ്പറുകൾ, കൈമാറുന്ന രേഖകൾ, കഴിക്കുന്ന മരുന്ന് എല്ലാം മാതാവിൻ്റെ മധ്യസ്ഥത്തിൽ യേശുനാമത്തിൽ അനുഗ്രഹിക്കപ്പെടുകയും നീ ദൈവത്തെ അനുഭവിക്കാൻ ഇന്ന് നിന്നെ സഹായിക്കുകയും ചെയ്യട്ടെ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവിനെ നീക്കുവാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഒരു വിശ്വാസി ജീവിതത്തെ സമീപിക്കുന്നതിന് വളരെ വിശ്വാസപരമായ അല്ലെങ്കിൽ സുവിശേഷ വിഹിതമായ ഒരു അപ്രോച്ച്, സമീപനമുണ്ട്. ഞാൻ എന്താ ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ചില സമയത്ത് ചില കാര്യങ്ങൾ 100% വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും
നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ തെളിഞ്ഞു മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ദൈവം തന്നെയായിരിക്കും ചെയ്യണത്. ഇപ്പം നമ്മുടെ മുമ്പിലുള്ളൊരു ഓപ്ഷൻ ഇത്രയേ ഉള്ളൂ, ദൈവം അത് ചെയ്യണം. ദൈവം അത് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് നമുക്കത് ചെയ്തു തരണം? ഞാൻ പണ്ടൊരു കഥാപുസ്തകം എഴുതിയിട്ടുണ്ട്, നിയ മിലാനിയുടെ നിഗൂഢ കമ്പങ്ങൾ. ഒരപ്പനും മകളും തമ്മിലുള്ള സ്നേഹത്തിൻ്റെ കഥയാണ്. അതിൽ കുറേ കഥകൾ വേറെയുണ്ട്. ആനിമൽസിനെയൊക്കെ വെച്ചൊരു കഥയുണ്ട്. അതിൻ്റെ അത് ഒരു തവളയെ ഒരു പാമ്പ് ഓടിച്ചെടുത്ത്, അത് ഞാൻ ഉണ്ടാക്കിയെടുത്തൊരു കെട്ടുകഥയാണ് ശരിക്കും പറഞ്ഞാൽ. ഞാൻ ചില കാര്യങ്ങളെക്കുറിച്ച് ആലോചിക്കുമ്പോൾ അതിനെ അവതരിപ്പിക്കാൻ വേണ്ടി പ്രകൃതിയിൽ നടക്കുന്ന ചില സംഭവങ്ങളെ എൻ്റെ കൂട്ടിനെ എടുക്കും. അപ്പം അങ്ങനെ കഥ ഉണ്ടാക്കിയതാണ്. ഇപ്പോൾ ഒരു തവള അവിടെ ഇരിക്കുന്ന ഒരു തോട്ടിലെ മരത്തടിയിൽ തവള ഇരിക്കണം. അപ്പോഴൊരു പാമ്പ് രാവിലെ വരികയും പാമ്പ് തവളയെ പിടിക്കാൻ പോകുമ്പോൾ ദൈവം തവളയോട് പറയും, എന്താണ് പറയണത്? ദേ പാമ്പ് എന്ന് പറയും. അപ്പം തന്നെ തവള 4 കാലേ വീണ് ഓടി 8 കാലേ ചാടും, രക്ഷപ്പെടും. അപ്പം പാമ്പ് ദയനീയമായ ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കും. പാമ്പ് ദൈവത്തോട് ചോദിക്കും, അവനെ സൃഷ്ടിച്ച കൈകൊണ്ടല്ലേ എന്നെ സൃഷ്ടിച്ചത്? എൻ്റെ ബ്രേക്ക്ഫാസ്റ്റാണ് ദൈവം കളഞ്ഞത്. എനിക്കിപ്പോൾ വിശക്കണല്ലോ, ഞാൻ എങ്ങനെ ജീവിക്കുമെന്ന് ചോദിക്കും. അപ്പം ദൈവം പറയും, അവൻ പ്രാർത്ഥിക്കരുന്ന തവള. അപ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് പ്രാർത്ഥിക്കുന്ന ആൾക്കാരെ കേൾക്കേണ്ടി വരും. ഇനി പ്രാർത്ഥിക്കാത്ത ഏതെങ്കിലും തവള ഉണ്ടെങ്കിൽ നീ പിടിച്ചോളാൻ പറയും. അങ്ങനെ ദൈവം അത് കോംപ്രമൈസ് ചെയ്യണത് അങ്ങനെയാണ്. പ്രാർത്ഥിക്കാത്ത ഏതെങ്കിലും തവള ഉണ്ടെങ്കിൽ പിടിച്ചു. അപ്പോഴേ വൈ ഷുഡ് വി പ്രേ എന്നുള്ളതിൻ്റെ ഉത്തരവാണത്. വൈ ഷുഡ് പ്രേ വെച്ചാൽ ദൈവത്തിന് നമ്മളെ സംരക്ഷിക്കേണ്ടി വരും. ദൈവ സംരക്ഷണം ലഭിക്കാൻ ഇപ്പം ഒരു പ്രാർത്ഥിക്കുന്ന ഒരാളിനെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിന് ബാധ്യതയുണ്ട് അവനെ സംരക്ഷിക്കാനുള്ള. അവർ ഓപ്ഷൻ വന്നാൽ എന്തു ചെയ്യും? അപ്പം ദൈവം എന്തു ചെയ്യും? പ്രാർത്ഥിക്കാത്ത ആൾക്കാർ അതിന് കൊടുക്കും. പ്രകൃതിയിലെ നിയമം അതാണ്. ചിലർ മുടിനാരിടക്കൊക്കെ രക്ഷപ്പെട്ടെന്നൊക്കെ പറയണില്ലേ? അതുകൊണ്ട് വളരെ നിസ്സാരമല്ലേ. തവളയും പാമ്പും അല്ല, ശരിക്കും നമ്മുടെ രോഗങ്ങളൊക്കെ അതുപോലെ തന്നെ നമുക്ക് ജീവിതത്തിലുണ്ടാകുന്ന അടിപതർച്ചകളില്ലേ, അതൊക്കെ എങ്ങനെ വരണമാണ് ശരിക്കും പറഞ്ഞാൽ ദൈവ സംരക്ഷണം നഷ്ടപ്പെടുമ്പോഴാണ് വരണത്. നിങ്ങൾക്ക് വരുന്ന ഒരു പ്രശ്നം എന്താണെന്നറിയാമോ? നിങ്ങൾ പ്രെയർ ചെയ്യുന്നു എന്നുള്ളത് ആണ് ഏതാണ്ട് മഹാകാര്യം പോലെ എടുക്കണത്. പക്ഷെ പ്രെയർ ചെയ്യുമ്പോൾ ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഇപ്പം ഞാൻ അമ്പലപ്പുഴ പള്ളിയിൽ ഇരുന്നിട്ടുണ്ട് കുറേ നാൾ, 6 കൊല്ലം ഇരുന്ന്. എൻ്റെ ചവിട്ടനാള വിജ്ഞാനകോശമൊക്കെ അവിടെ ഇരുന്ന് എഴുതിയതാണ്.
അപ്പോൾ അവിടെ വെച്ച് ഈ അന്ന് സുധാകരൻ മിനിസ്റ്ററായിരുന്നു, ഈ സിവിൽ സപ്ലൈസിൻ്റെ ആണെന്ന് തോന്നണേ. അതായത് എനിവേ അമ്പലപ്പുഴ MLA ആയത് കാരണം അദ്ദേഹം അമ്പലപ്പുഴ പാൽപ്പായസം ത്രിവേണി സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ വഴി കൊടുക്കാൻ ഒരു ഏർപ്പാടുണ്ടാക്കി. ഒത്തിരി ഭക്തന്മാർക്ക് ഉള്ളിൽ സങ്കടം ഉണ്ടായിരുന്നു. കാര്യം ആൾക്കാർ ഈ പായസം മേടിക്കണത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇതുപോലെ എന്താണ് നമ്മുടെ കൊക്കക്കോള മേടിക്കണ പോലെ അല്ല പായസം മേടിക്കുന്നത്. അതൊരു അനുഷ്ഠാന പ്രക്രിയയുടെ ഭാഗമായിട്ട് പ്രസാദം പോലെ പ്രാർത്ഥിച്ച് കൈപ്പറ്റുന്ന ആൾക്കാരുണ്ട്. അവർക്കൊക്കെ ഭയങ്കര പ്രയാസമായി. ചുമ്മാ വഴിയെ പോണ എന്തും മേടിച്ച് കഴിക്കണവർക്ക് ഇതൊന്നും പ്രശ്നമല്ല. പക്ഷെ അത് അപ്പം ഞാൻ പള്ളിയിലുണ്ട് അവിടെ. അപ്പോൾ ഈ ആൾക്കാരുടെ പ്രയാസങ്ങൾ ഞാൻ കേൾക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ചില സമയത്ത് ഓർക്കുകയും അമ്പലപ്പുഴ പായസം ഒരുവിധം കൊള്ളാവുന്ന കവറിലാണ് കൊടുക്കണത്. പക്ഷെ അത് അതിനേക്കാളും ബെസ്റ്റായിട്ടുള്ള കവറിൽ കൊടുക്കേണ്ടതാണ്. കാര്യം അത് മാറ്റർ ഭയങ്കര പൗരാണികവും അത് ഒരു പ്രസാദത്തിൻ്റെ എല്ലാ പ്രസാദം കൊടുക്കുന്ന പോലെയൊക്കെ ആൾക്കാർക്ക് അതിൽ വിശ്വസിക്കുന്ന ആൾക്കാർക്ക് ഭയങ്കര അമൂല്യമാണ്. അപ്പോൾ അത് അവർക്ക് അതുപോലെ പ്രസൻറ്റ് ചെയ്യേണ്ടതാണത്. ഞാൻ നിങ്ങളോട് ചോദിക്കണേ, ഈ അമ്പലപ്പുഴ പാൽപ്പായസമേ കോളാമ്പി തന്ന എങ്ങനെ ഇരിക്കും? അപ്പം കാര്യം മനസ്സിലായില്ല. ഞാൻ നിങ്ങൾ കോളാമ്പി കൊടുക്കുക, അത് ഞാൻ ആക്ഷേപിച്ച് സംസാരിക്കുകയല്ല. അമ്പലപ്പുഴ പായസം കോളാമ്പി തന്ന എങ്ങനെ ഇരിക്കും? അതൊരു സ്വർണ്ണപ്പാത്രത്തിൽ തന്നാൽ എങ്ങനെ ഇരിക്കും? അതാണ് രണ്ട് വ്യത്യാസം എന്ന് പറഞ്ഞാൽ. അതുപോലെ തന്നെയാണ് ഈ പ്രാർത്ഥിക്കുന്ന വ്യക്തി കോളാമ്പി പാർട്ടിയാണെങ്കിൽ എന്തു ചെയ്യും? പ്രാർത്ഥിക്കുന്ന വ്യക്തിയുടെ ഹൃദയം, അവരുടെ ഹൃദയം തുറന്ന ശവക്കുഴിയാണെന്ന് പറയത്തില്ലേ? ആ വചനം എടുത്തേ, റോമാ 3:13. അവരുടെ തൊണ്ട തുറന്ന ശവക്കുഴി. ദ്വയാർത്ഥ പ്രയോഗങ്ങള്, തെറികള്, തന്തക്കുവിളികള്, തോന്നിവാസങ്ങള്, തങ്ങളെ പിടിച്ചിടം ജയിക്കാൻ വേണ്ടിയുള്ള എല്ലാ മലിന വാക്കുകളൊക്കെ ഉപയോഗിക്കുമ്പോൾ എന്താ ബൈബിൾ പറയുന്നത്? എന്താണ്? അവരുടെ തൊണ്ട തുറന്ന ശവക്കുഴിയാണ്. ഇപ്പം കയ്യിൽ ചതിപ്രയോഗമുണ്ട്, അതുപോലെ തന്നെ മലിനമസമായ ദ്വയാർത്ഥ പ്രയോഗങ്ങളുണ്ട്, അതുപോലെ തന്നെ തെറി പോലുള്ള തോന്നിവാസങ്ങൾ പറയുന്നവരാണെങ്കിൽ നിങ്ങൾ കോളാമ്പിയാണ് ശരിക്കും. അവിടെ ആ കോളാമ്പി കൊണ്ടുവന്ന് ദൈവത്തിന് പ്രാർത്ഥന കൊടുക്കുമ്പോൾ അമ്പലപ്പുഴ പാൽപ്പായസം കോളാമ്പി കൊടുക്കുന്ന പോലെ ഇരിക്കും. പാൽപ്പായസം എന്ന് പറഞ്ഞാലും ദൈവം അത് റിജക്റ്റ് ചെയ്യും. അപ്പോൾ നമ്മളെപ്പോഴും ചോദിക്കണം, പ്രാർത്ഥിക്കുന്നെന്ന് പറയുമ്പോൾ ഭയങ്കര റിസ്ക് പിടിച്ച പരിപാടിയാണ്. ഇപ്പം ഞാനൊക്കെ ചില സമയത്ത് ഭക്ഷണം കഴിക്കാൻ വരുമ്പോഴേ ഞാൻ പ്ലേറ്റ് മണത്ത് നോക്കും. കാരണം ധൃതിക്ക് കഴുകണമല്ലേ. ചില സമയത്ത് ഫ്രഷ് സ്മെല്ലുണ്ടാകത്തില്ല. ഇപ്പം നല്ല ഹോട്ടലിലൊക്കെ പോയി ഭക്ഷണം കഴിച്ചാൽ അവർ ആ ചൂടുവെള്ളത്തിലിട്ട് പ്ലേറ്റ് കൂടെ നമ്മുടെ മുമ്പ് വെക്കത്തുള്ളൂ. നമുക്ക് കോൺഫിഡൻസാണ്. അപ്പം അതുപോലെ തന്നെ ഇത് വരുമ്പോൾ നമ്മളെന്ത് രണ്ടാമത് കഴുകും. അതിൻ്റെ അത് കണ്ടാമിനേഷൻ ഉണ്ടാകാതിരിക്കാനും ബാക്ടീരിയ ഒന്നും ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് അങ്ങനെ കഴുകണം. അല്ലാതെ ഇതുപോലെയാണ് നമ്മുടെ പ്രാർത്ഥനയിലും ബാക്ടീരിയ ഉണ്ടാകരുത്. പ്രാർത്ഥനയിൽ ബാക്ടീരിയ, പക്ഷേ ഈ ആൾക്കാരുടെ ഒരു കുഴപ്പം വെച്ചാൽ പകുതി മുക്കാൽ ആൾക്കാരുടെയും പ്രാർത്ഥനയിൽ ബാക്ടീരിയ ഉണ്ട്. അത് ബൈബിൾ പറയണത് തുറന്ന ശവക്കുഴി എന്ന് പറയുമ്പോൾ പിന്നെ എൻ്റെ അപ്പുറത്ത് വല്ലതും പറയാനുണ്ട്. അപ്പോൾ വളരെ അത്രയും ശ്രദ്ധിക്കുന്നുണ്ടെന്ന് മനസ്സിലായില്ലേ വചനം? അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കണം. നമ്മളുടെ പ്രാർത്ഥനകൾ നല്ല പൊന്നിൻ്റെ താലത്തിൽ വെച്ച് ദൈവത്തിന് കൊടുക്കാൻ കഴിയണം. എന്നാൽ പിന്നെ പ്രാർത്ഥനയ്ക്ക് ഗ്യാരണ്ടിയായി. അതുകൊണ്ട് തന്നെ കാര്യങ്ങൾ നിവർത്തിക്കും.
പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ. എന്തായാലും മാതാവിനെ ഞാൻ മുറുകെ പിടിച്ചു. എന്തെങ്കിലും അത്ഭുതം മാതാവ് പ്രവർത്തിക്കും എൻ്റെ ജീവിതത്തിൽ. ഏതായാലും ഈ ഇവിടം വരെ മാതാവ് എന്നെ എത്തിച്ചില്ലേ, ഇനി കൈവിടുകയില്ല എന്നുള്ളൊരു വിശ്വാസം എനിക്കുണ്ടായിരുന്നു. അങ്ങനെ റിസൾട്ട് പിറ്റേ ദിവസം വന്നു. ജനുവരി 5 എക്സാം ആയിരുന്നു. ജനുവരി 6 എക്സാമിൻ്റെ റിസൾട്ട് വന്ന് ഞാൻ പാസ്സായി എന്നുള്ളത്. അതുവരെ ഞാൻ ബാൻഡ് 4 ആയിട്ടാണ് വർക്ക് ചെയ്തത്. ഇപ്പം എക്സാം പാസ്സായതോടെ ബാൻഡ് 5 ആയിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ആദ്യമായിട്ട് UK പോകുന്നതിന് മുമ്പ് ഞാനിവിടെ സാക്ഷ്യം പറയാൻ വേണ്ടി വന്നു, പക്ഷേ എനിക്കതിന് സാധിച്ചില്ല. അതുകൊണ്ട് ഇപ്പം രണ്ടാമത് ഞാൻ സാക്ഷ്യം പറയാൻ വേണ്ടിയിട്ട് വന്നു. അതുകൂടാതെ എനിക്ക് ഞാൻ ആദ്യം സീനിയർ കെയർ വിസ ഒക്കെ വഴി പോകാൻ വേണ്ടി ഞാൻ ഒത്തിരി ആഗ്രഹിച്ചു. എനിക്ക് എങ്ങനെയെങ്കിലും ഒന്ന് UK പോകണം, അവിടെ സെറ്റിൽഡ് ആവണമെന്ന് എൻ്റെ ഭയങ്കര ആഗ്രഹമായിരുന്നു. പക്ഷേ സീനിയർ കെയറിനൊക്കെ ഒത്തിരി പൈസ ചിലവുള്ളതുകൊണ്ട് ഞാൻ പിന്നെ ആ വഴി നോക്കിയില്ല. എന്തായാലും OET എക്സാം എഴുതി തന്നെ പോകാമെന്നുള്ള മനസ്സിൽ ഒരു ആഗ്രഹമായിരുന്നു. മാതാവ് എന്തായാലും പരീക്ഷ ഇരിക്കുകയല്ല. ഈ സാക്ഷ്യങ്ങളെല്ലാം കാണുമ്പോൾ എല്ലാവരും OET കിട്ടിപ്പോയി, അങ്ങനെ ഒരു സാക്ഷ്യം. പക്ഷേ എനിക്ക് മാത്രം എന്തുകൊണ്ട് ഇത് കിട്ടുന്നില്ല എന്ന് എപ്പോഴും എൻ്റെ മനസ്സിലൊരു ചോദ്യം ഉണ്ടായിരുന്നു. എല്ലാവർക്കും OET എഴുതി പാസ്സാവുന്നു, എല്ലാ സാക്ഷ്യങ്ങളും ഞാൻ കാണുന്ന എല്ലാം അങ്ങനെ തന്നെയാണ്. എല്ലാവർക്കും ബുദ്ധിമുട്ടായിരുന്നു എക്സാം, പക്ഷേ അത്ഭുതകരമായിട്ട് അവരെല്ലാം പാസ്സാവും. എനിക്ക് മാത്രം എന്താ മാതാവ് തരാത്തതെന്ന് എപ്പോഴും ഞാനിങ്ങനെ മാതാവിനോട് ചോദിച്ചുകൊണ്ടിരിക്കും. പക്ഷേ മാതാവ് എന്നെ കൈവിട്ടില്ല. എനിക്ക് OET പാസ്സായി എനിക്ക് UK മാതാവ് എന്നെ എത്തിച്ചു. പിന്നെ അതുപോലെ എനിക്ക് അവിടെ വെച്ച് ഒരു ഡോക്ടർ ഒരു ടാബ്ലറ്റ് വന്നു. അതിൻ്റെ ഫലമായിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ചുമയായിരുന്നു. അവരെന്നേരം പറഞ്ഞു മെഡിസിൻ്റെ സൈഡ് എഫക്റ്റ് ആണെന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ നാട്ടിൽ വന്ന് കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു അലർജിയാണ്. കുറേ ഡോക്ടർമാരെ കാണിച്ച് അവർ പറഞ്ഞു അലർജിയാണ്, ഇൻഫെക്ഷനാണ്. അങ്ങനെ എനിക്ക് പക്ഷേ ഭയങ്കര ടെൻഷൻ, ഇതെന്താണ് ചുമ എന്നൊക്കെ പറഞ്ഞ് എനിക്ക് കുറേ സെർച്ചൊക്കെ ചെയ്യും. ഞാൻ ഗൂഗിൾ വഴിയൊക്കെ സെർച്ച് ചെയ്ത് എന്താണ് അതിൻ്റെ കാരണങ്ങൾ എന്നൊക്കെ പറഞ്ഞ്. പക്ഷേ വേറൊരു ഡോക്ടറിൻ്റെ അടുത്ത് പോയി എല്ലാ ടെസ്റ്റും ചെയ്ത് എല്ലാം നെഗറ്റീവാണ്. എനിക്ക് ചെറിയൊരു ഇൻഫെക്ഷനുള്ള ആൻറ്റിബയോട്ടിക് മാത്രം കഴിച്ച് മാറാമെന്ന് ഉള്ളെന്ന്. അങ്ങനെ മാതാവിന് ഞാൻ പറഞ്ഞു, മാതാവ് എനിക്കൊരു കുഴപ്പമില്ലെങ്കിൽ ഞാൻ ഇവിടെ വന്ന് സാക്ഷ്യപ്പെടുത്തിക്കോളാം എന്ന് പറഞ്ഞ പ്രകാരം ഞാൻ മാതാവിൻ്റെ നേർച്ച വസ്തുക്കളെല്ലാം ഞാൻ ഉപയോഗിച്ചു. തേന് ഉപയോഗിച്ച് എൻ്റെ ചുമയെല്ലാം ഇപ്പോൾ കുറവുണ്ട്. ഞാനിനി 23-ാം തീയതി തിരിച്ച് UK പോവുകയാണ്. പിന്നെ എൻ്റെ അച്ചാച്ചന് അൾസറേറ്റീവ് കൊളൈറ്റിസ് എന്ന ഒരു രോഗം ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഇച്ചിരി കൂടുതലായി പോയായിരുന്നു. ഞങ്ങളിവിടെ വന്ന് പ്രാർത്ഥിക്കുകയും ഇവിടെ നിന്ന് കിട്ടിയ നേർച്ച വസ്തുക്കൾ അച്ചാച്ചന് കൊടുക്കുകയും ചെയ്തതിൻ്റെ ഫലമായി ഇപ്പോൾ രോഗത്തിന് കുറച്ച് മാറ്റമുണ്ട്. സാധാരണ രീതിയിലേക്ക് ഇപ്പോൾ രോഗത്തിന് സുഖം പ്രാപിച്ചു വരുന്നു. കാരുണ്യപ്രവർത്തികൾ ഞാൻ മാൽദീവ്സിലായിരുന്നപ്പോൾ എനിക്ക് അധികം കാരുണ്യപ്രവർത്തികളൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ എൻ്റെ ഹസ്ബൻഡായിരുന്നു പത്രം വിതരണം ചെയ്യുന്നതും. പിന്നെ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ എൻ്റെ ഫ്രണ്ട്സിനോടെല്ലാം കൃപാസന മാതാവിനെ പറ്റിയും പത്രം ഞാൻ കൊണ്ടുപോയി കൊടുക്കുമായിരുന്നു. അവരുടെ എക്സാമിൻ്റെ സമയത്തൊക്കെ ഞാൻ കാശുരൂ അവർക്ക് കൊടുത്തുവിടി. അവർ പരീക്ഷയൊക്കെ പാസ്സാവുകയും ചെയ്തു. പിന്നെ പ്രാർത്ഥനയിൽ എനിക്ക് മാതാവിനോട് പ്രത്യേക ഭക്തി എനിക്കുണ്ടായിരുന്നു. ഈ ഉടമ്പടി എടുക്കുകയും അതിൻ്റെ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി എനിക്ക് കുറച്ചും കൂടി ഒരു ബൈബിൾ വായിക്കാനും പ്രാർത്ഥനയിൽ കൂടുതൽ മുന്നോട്ട് പോകാനും സാധിച്ചു. ഫ്രീ ആയിട്ടുള്ള എന്തെങ്കിലും സമയം കിട്ടുമ്പോൾ പ്രാർത്ഥിക്കുവാനും വിശ്വാസ പ്രമാണം ചെല്ലുവാനും കൊന്തയൊക്കെ കൂടുതൽ ചെല്ലുവാനും എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇത്രയും കൂടുതൽ അനുഗ്രഹങ്ങൾ നൽകിയ തിരുക്കുമാരനും കൃപാസന മാതാവിനും ഒത്തിരി നന്ദി പറയുന്നു. പരിശുദ്ധ അമ്മയുടെയും തിരുക്കുമാരൻ്റെയും ഈ സന്നിധിയിൽ വന്ന് സാക്ഷ്യം പറയാൻ സാധിച്ചതിൽ ഞാൻ നന്ദി പറയുന്നു. എൻ്റെ പേര് ഡാലി, ആലുവയിൽ നിന്നും വരുന്നു. ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത് 2019 ഫെബ്രുവരിയിലാണ്. 2 പ്രാവശ്യം പുതുക്കി 6 നിയോഗങ്ങൾ എഴുതി. ചിലതൊക്കെ സാധിക്കാത്തതിൽ എനിക്ക് വിഷമമുണ്ടായിരുന്നില്ല. കാരണം ഉടമ്പടിയിൽ പറഞ്ഞിരുന്ന കാര്യങ്ങൾ കൃത്യമായി ആത്മാർത്ഥമായി ഞാൻ പാലിച്ചിരുന്നില്ല. അപ്പോഴേക്കും കോവിഡ് കാലം വന്നു. ഇവിടെ വരാനോ ഉടമ്പടി പുതുക്കാനോ ഒന്നും സാധിച്ചില്ല. കോവിഡ് മാറി ഞാൻ 3-ാം പ്രാവശ്യം ഉടമ്പടി പുതുക്കി. അപ്പോൾ അതിൽ ഞാൻ ചില കാര്യങ്ങൾ വീണ്ടും വച്ചിരുന്നു. അതിൽ ഒരു കാര്യം പ്രത്യേകം വെച്ചിരുന്നത് എൻ്റെ ഈ മകന് വേണ്ടിയിട്ടാണ്. ഞാനിപ്പോൾ മകൻ്റെ ഒരു കാര്യം സാധിച്ചതിനാണ് ഞാനിപ്പോൾ സാക്ഷ്യം പറയുന്നത്. മകൻ പഠിക്കാനായിട്ട് ന്യൂസിലാൻഡിൽ ഒരു പ്രാവശ്യം പോയിട്ടുണ്ടായിരുന്നു. BTech കംപ്ലീറ്റ് ആയിട്ടുണ്ടായിരുന്നില്ല. അതിനുശേഷം ന്യൂസിലാൻഡിൽ പോയിട്ട് 1 വർഷത്തെ കോഴ്സാണ്, ഒരു ഡിപ്ലോമ കോഴ്സ് പഠിച്ചു. അത് 1 വർഷം പഠിച്ചെങ്കിലും പിന്നീട് 1 വർഷം കൊണ്ട് പഠിക്കാനുണ്ടായിരുന്നു. വീട്ടിലെ മറ്റു ചില കാരണങ്ങൾ കൊണ്ട് അത് തുടരാൻ സാധിച്ചില്ല. അങ്ങനെ വീണ്ടും വന്ന്
അവൻ പല ജോലിയിലും കയറിയെങ്കിലും അതൊന്നും പറ്റിയിരുന്നില്ല, നല്ലതൊന്നും ആയിരുന്നില്ല. അതിനുശേഷം വീട്ടിലേക്ക് കുറച്ച് ബാക്ക് പേപ്പേഴ്സ് ഉണ്ടായത് പാസ്സായി. അത് പാസ്സായി കഴിഞ്ഞതിന് ശേഷം അപ്പോൾ നിയോഗത്തിൽ ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നു മകന് വിദേശത്ത് പോകണമെന്നുള്ളൊരാഗ്രഹം. ആദ്യത്തെ നിയോഗത്തിൽ തന്നെ ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നു. വലിയ പ്രതീക്ഷയൊന്നും ഉണ്ടായിരുന്നില്ല, എന്നാലും ഉള്ളിലൊരു വിശ്വാസം ഉണ്ടായിരുന്നു മാതാവിനോട് ശക്തമായി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അത് നടത്തി തരുമെന്ന്. അങ്ങനെ 3-ാം പ്രാവശ്യം പുതുക്കിയപ്പോൾ അത് എഴുതിയിട്ടുണ്ടായിരുന്നു. 3-ാം പ്രാവശ്യം കോവിഡ് കഴിഞ്ഞ് പുതുക്കിയപ്പോൾ എന്നോട് സിസ്റ്റർ ചോദിച്ചു, 4-ാം പ്രാവശ്യം പുതുക്കി. സിസ്റ്റർ ചോദിച്ചു, ഇതുവരെ ഇനിയും പുതുക്കണമെന്നുണ്ടെങ്കിൽ സാക്ഷ്യം പറയണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇനി പറയാമെന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ അവിടുന്ന് 4-ാം പ്രാവശ്യം അത് മാതാവിൻ്റെ അടുത്ത് വീണ്ടും ഞാനൊന്നുകൂടി എഴുതിയിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ടൊരു അത്ഭുതം പോലെയായിരുന്നു. മകന് പോകാനായിട്ട് ഒരു അവസരം, അയർലൻഡിൽ അവസരം ലഭിച്ചു. ആദ്യം കാനഡയാണ് വിചാരിച്ചിരുന്നത്, എന്നാൽ അവസാനം അയർലൻഡിലേക്ക് പോകാനായിട്ടൊരു അവസരം ലഭിച്ചു. അവന് ആദ്യത്തെ കടമ്പയായി IELTS പാസ്സാകണം. അപ്പോൾ ഈ IELTS പാസ്സാകാനായിട്ട് പഠനം തുടങ്ങി, ആത്മാർത്ഥമായിട്ട് തന്നെ പഠിച്ചു. പിന്നെ ഓരോ പഠിക്കുമ്പോഴും മറ്റെല്ലായ്പ്പോഴും ഞാനും കാശുരൂപം വെച്ച് അവൻ്റെ അടുത്ത് പ്രാർത്ഥിക്കാൻ പറയും, അവനും പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ പരീക്ഷയ്ക്ക് പോയപ്പോഴും കാശുരൂപം കൊണ്ടുപോയി പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായിട്ട്